ഹായ്. വെക്കേഷനായപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനും മക്കളും കൂടി അമ്മമ്മയുടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അമ്മമ്മയുടെ വീട്ടിലെത്തിയാലോ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോവാതിരിക്കുന്നത് വളരെ മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. വളരെ ചെറിയൊരു ട്രിപ്പ് കേട്ടോ. ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ ഞങ്ങളുടെ മക്കളും പിന്നെ ഞങ്ങളുടെ പുന്നാര അമ്മയും കൂടി ഒരു ചെറിയ ട്രിപ്പ്. യാത്ര എവിടേക്കാണെന്നല്ലേ? നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലയാള സിനിമയുടെയും ചരിത്രത്തിൻ്റെയും ഒരു വലിയ ഈടുവെപ്പായ പാലക്കാടിൻ്റെ അഭിമാനമായ വരിക്കാശ്ശേരി മനയിലേക്കാണ്. വെറും ഒരു വീടല്ല ഇത്, 101 കഥകൾ പറയാനുള്ള ഒരു വലിയ സ്മാരകമാണിത്. ഒറ്റപ്പാലത്തിനടുത്തുള്ള മനിശ്ശേരിയിലാണ് ഈ മന സ്ഥിതി ചെയ്യുന്നത്. 1902 വരിക്കാശ്ശേരി രവി നമ്പൂതിരിപ്പാടാണ് ഇത് പണി കഴിപ്പിച്ചത്. 3 നിലകളായി വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ നാലുകെട്ടിൽ 74ഓളം മുറികളുണ്ട്. ചുവന്ന കല്ലും തടിയും കൊണ്ട് നിർമ്മിച്ച ഇവിടുത്തെ വാസ്തുവിദ്യ ഏതൊരാളെയും അത്ഭുതപ്പെടുത്തും. നിങ്ങൾ ഈ പൂമുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോഹൻലാലിൻ്റെ ദേവാസുരം എന്ന സിനിമയിലെ മംഗലശ്ശേരി നീലകണ്ഠനെയും 6-ാം തമ്പുരാനിലെ ജഗന്നാഥനെയും ഓർമ്മിക്കാതെ നമുക്ക് ഈ മന കാണാൻ കഴിയില്ല. നരസിംഹം, രാവണപ്രഭു, രാപ്പകൽ തുടങ്ങി 100-ലധികം സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ഇവിടം വേദിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിൽ ഇത് സ്വന്തം തറവാട് പോലെ തന്നെയാണ്. മനയ്ക്ക് ചുറ്റുമുള്ള പച്ചപ്പും വിശാലമായ കുളപ്പുരയും അവിടുത്തെ ശാന്തതയും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇന്ന് ധാരാളം സഞ്ചാരികളും സിനിമാ പ്രേമികളും ഈ വാസ്തുവിദ്യയെ കാണാൻ ഇവിടെ എത്തുന്നു. കേരളത്തിൻ്റെ തനിമയും പ്രതാപവും ഒട്ടും ചോരാതെ സംരക്ഷിക്കുന്ന ഈ മണ്ണ് ഏതൊരു മലയാളിയും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒന്നാണ്. ഇതാണ് വരിക്കാശ്ശേരി മനയുടെ ഹൃദയം, അവിടുത്തെ നാലുകെട്ട്. വെളിച്ചവും കാറ്റും മഴയും ഒരേപോലെ ഈ വീടിനുള്ളിലേക്ക് വിരുന്നെത്തുന്നു. വാസ്തുശാസ്ത്രം എത്ര കൃത്യമായാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. നടുമുറ്റത്തിന് ചുറ്റുമുള്ള ഈ വരാന്തകളിലൂടെ നടക്കുമ്പോൾ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയ ഒരു അനുഭവം തോന്നും. അടുക്കളയോട് ചേർന്ന് തന്നെയാണ് മനയുടെ വറ്റാത്ത കിണർ. എത്ര വലിയ വേനലിലും ഈ കിണറിലെ ജലം സമൃദ്ധമായിരിക്കും. വെള്ളം കോരി നേരിട്ട് അടുക്കളയിലേക്ക് എത്തിക്കാൻ പാകത്തിലുള്ള അന്നത്തെ വാസ്തുവിദ്യ ഇന്നത്തെ എഞ്ചിനീയർമാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ശുദ്ധിയും വൃത്തിയും പരിപാലിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ കിണർ മനയുടെ ജീവനാഡിയാണ്. മൺമറഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വരിക്കാശ്ശേരി മന. സിനിമാ ക്യാമറകൾക്ക് മുൻപിൽ പ്രതാപിയായി നിൽക്കുമ്പോഴും ഉള്ളിൽ ഒരുപാട് ചരിത്രങ്ങളും ഏകാന്തതയും പേറുന്ന ഈ മാളിക വീട് മലയാളിയല്ലാതെ മറ്റാർക്കാണ് ഇത്രയധികം പ്രിയപ്പെട്ടതാവുക? നമ്മുടെ പൈതൃകവും വാസ്തുവിദ്യകളും എത്രത്തോളം സമ്പന്നമായിരുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയുണ്ടോ? ഈ മണ്ണിലെ ഓരോ തൂണും ഓരോ ചുമരും ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രതാപകാലത്തിൻ്റെ കഥകളാണ്. നിങ്ങൾ സിനിമയെ സ്നേഹിക്കുന്നവരായാലും ചരിത്രത്തെ പ്രണയിക്കുന്നവരായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാലക്കാട്ടെ ഈ വിസ്മയം നേരിട്ട് വന്ന് കാണേണ്ടതാണ്. വരിക്കാശ്ശേരി മനയുടെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി പങ്കുവയ്ക്കുക. ഇതുപോലുള്ള കൂടുതൽ ചരിത്രപരമായ ഇടങ്ങളും യാത്രാവിശേഷങ്ങളും കാണുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു മനോഹരമായ സ്ഥലത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.